മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യവും പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും 48 ലോക്സഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ ഇരുമുന്നണികളും തമ്മിൽ നടക്കുന്നത് വാശിയേറിയ മത്സരമാണ്. ശിവസേനയും എൻസിപിയും പിളർന്ന ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഉദ്ധവ് താക്കറേക്കും ഏക്നാഥ് ഷിൻഡേക്കും ശരത് പവാറിനും അജിത് പവാറിനും ഒരുപോലെ നിർണായകമാണ്. എത്രയും വേഗം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് ശ്രമം. കോൺഗ്രസ് നേതാക്കൾ എൻസിപി ശരത് പവാർ വിഭാഗവുമായും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവുമായി ചർച്ച നടത്തി സീറ്റുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. പ്രകാശ് അംബേദ്കർ നയിക്കുന്ന വഞ്ചിത് ബഹുജൻ അഘാഡിക്ക് സഖ്യത്തിൽ 4 സീറ്റുകൾ നൽകുന്നതിന് ധാരണയായിട്ടുണ്ട്. എന്നാൽ ഓരോ പാർട്ടികളും മത്സരിക്കുന്ന സീറ്റുകൾ സംബന്ധിച്ച് സഖ്യത്തിന്റെ അടുത്ത യോഗത്തിൽ അന്തിമ ധാരണയിലെത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിവരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിലും സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. BJP 31 സീറ്റുകളിലും ശിവസേന 13 സീറ്റിലും എൻസിപി 4 സീറ്റിലും മത്സരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കുന്നെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല. റിപ്പബ്ലിക്കൻ പാർട്ടി രാംദാസ് അത്വാലെ വിഭാഗം 2 സീറ്റ് ആവശ്യപ്പെട്ടതും സഖ്യത്തിലെ ചർച്ചകൾ നീണ്ടുപോകുന്നതിന് കാരണമാണ്. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി എത്രയും വേഗം ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനാണ് സഖ്യത്തിന്റെ ശ്രമം. BJP ആകട്ടെ തർക്കമില്ലാത്ത സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയിട്ടുമുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.